ഇമോഷൻസ് ആർ ന്യൂറോ ഹോർമോൺസ്. നമ്മുടെ ബോഡിയിൽ മെസ്സേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ ചെയ്യുന്ന ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ്, അതാണ് ഇമോഷൻ. ഒരു ഇമോഷൻ സിന്തസൈസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈം 6 seconds ആണ്. ഇത്ര മൊമെൻ്ററി ആണ് ഇമോഷൻസ് എങ്കിൽ വൈ ഡു വി ഫീൽ പ്രൊലോങ്ഡ് ഇമോഷൻസ്? ഇമോഷൻസിന് നമ്മുടെ മൈൻഡ് കുക്കപ്പ് ചെയ്തെടുക്കുന്ന ഫേക്ക് സിനാരിയോസ് ആണോ? ഇൻ കേസ് ദേ ആർ നോട്ട് റിയൽ, is it even possible to manage something that's not even real? This brings us to the first question. What are emotions? നമ്മളിപ്പോൾ കണ്ടു ഇമോഷൻസ് ന്യൂറോ ഹോർമോൺസ് ആണ്, 6 സെക്കൻഡ് എടുക്കും. ഇത് മെയിൻലി സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിലാണ്. മാസ്റ്റർ റെഗുലേറ്ററി സിസ്റ്റത്തിൻ്റെ എല്ലാ ലിവിങ് സെൽസിനെയും ഇതിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ ഇമോഷൻ്റെ സയൻസ്. നമുക്കൊരു ബ്രോഡർ വ്യൂവിൽ നോക്കിയാലോ. പാസ്റ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് ബോഡി സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബ്രെയിൻ എങ്ങനെയാണ് മീനിങ് കൊടുക്കുന്നത്, അതാണ് ഇമോഷൻ. കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നിങ്ങളൊരു കാട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലത്ത് കുറച്ച് ഇല കിടപ്പുണ്ട്. ആ ഇലയുടെ അടിയിൽ ഒരു അനക്കം കണ്ടു. ഈ അനക്കമാണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന നേരത്തെ പറഞ്ഞ സെൻസ്. പണ്ട് ഇങ്ങനെ ഒരു അനക്കം ഉണ്ടായപ്പോൾ ബോഡി എന്തോ ഡേഞ്ചറസ് സംതിങ് ആയിട്ടായിരുന്നു സെൻസ് ചെയ്തിരുന്നത്. അതായത് പാമ്പോ അങ്ങനെ ഡേഞ്ചറസ് സംതിങ് ആയിട്ടായിരുന്നു നേരത്തെ ഇങ്ങനെ ഒരു അനക്കം കണ്ടപ്പോൾ ബ്രെയിൻ സെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബ്രെയിൻ ഇപ്പോഴും അതിനെ ഡേഞ്ചറായിട്ട് സെൻസ് ചെയ്തിട്ട് മെസ്സേജ് കൊടുക്കും. ഈ മെസ്സേജിന് റെസ്പോൺസ് ആയിട്ട് പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, ഹാർട്ട് ബീറ്റ് കൂടും, നമ്മളവിടുന്ന് ഓടാനൊക്കെ നോക്കും. ഇതാണ് ബേസിക്കലി ഒരു ഇമോഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഈ ഇമോഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കോംപ്ലെക്സ് ആക്ഷൻ പാറ്റേൺ വിത്ത് എക്സ്പീരിയൻഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ എലമെന്റ്സ് എന്ന. അപ്പോൾ ഇതിൽ 3 എലമെന്റ്സ് ഉണ്ട്: എക്സ്പീരിയൻഷ്യൽ, സൈക്കോളജിക്കൽ, ബിഹേവിയറൽ. ഫസ്റ്റ് വൺ, എക്സ്പീരിയൻഷ്യൽ. ഇറ്റ് ഈസ് സിംപ്ലി ദ സ്റ്റിമുലസ്. നമ്മുടെ ഈ എക്സാമ്പിൾ കേസിൽ ഇല അനങ്ങിയതാണ് അവിടുത്തെ എക്സ്പീരിയൻഷ്യൽ റെസ്പോൺസ്. ഈ എക്സ്പീരിയൻഷ്യൽ റെസ്പോൺസ് ഒരു കളറ് ഡിറ്റക്ട് ചെയ്യുന്നത്ര സിമ്പിളും ആവാം, ലവ്ഡ് വൺസിനെ ലൂസ് ചെയ്യുന്നത്ര കോംപ്ലക്സും ആവാം. ഇനി സെക്കൻഡ് വൺ, സൈക്കോളജിക്കൽ. ഈ സൈക്കോളജിക്കൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓട്ടോണോമിക് ന്യൂറോ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ആണ്. നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻ, ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഓട്ടോണോമിക് ന്യൂറോ സിസ്റ്റമാണ്. നമ്മുടെ ഈ എക്സാമ്പിൾ കേസിൽ പ്യൂപ്പിൾ ഡയലേറ്റ് ആയതും ഹാർട്ട് ബീറ്റ് കൂടിയതും ഒക്കെ ഈ സർജിക്കൽ റെസ്പോൺസ് ആണ്. തേർഡ് വൺ ഇസ് ബിഹേവിയറൽ റെസ്പോൺസ്. ഇറ്റ് ഈസ് സിംപ്ലി അവർ എക്സ്പ്രഷൻ ഓർ ലൈക്ക് ദ കോഴ്സ് ഓഫ് ആക്ഷൻ ടുവേർഡ്സ് ദ ഇമോഷൻ. നമ്മുടെ ആ എക്സാമ്പിൾ കേസിൽ ഓടിപ്പോയത്, അതാണ് അവിടുത്തെ ബിഹേവിയറൽ റെസ്പോൺസ്. ഒരു ഇമോഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള പോൾ എക്മാൻ ഈ ഇമോഷൻസിനെ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ബേസിക് ഇമോഷൻസ് ആൻഡ് കോംപ്ലെക്സ് ഇമോഷൻസ്. ആസ് ഇൻ നമ്മുടെ കളേഴ്സിലെ പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ് ഒക്കെ പോലെ. ഈ ബേസിക് ഇമോഷൻസിൻ്റെ 2ഓ അതിൽ കൂടുതലോ ബേസിക് ഇമോഷൻസിൻ്റെ അഗ്രിഗേറ്റ് ആണ് കോംപ്ലെക്സ് ഇമോഷൻ. ഫോർ എക്സാമ്പിൾ, സാഡ്നെസ്, ഹാപ്പിനെസ്, ഫിയർ, ആങ്കർ, സർപ്രൈസ്, ഡിസ്കസ്റ്റ്, ഇതൊക്കെ ബേസിക് ഇമോഷൻസ് ആണ്. കോംപ്ലെക്സ് ഇമോഷൻ ഇതിൽ 2ഓ അതിൽ കൂടുതലോ ഉള്ളതിൻ്റെ അഗ്രിഗേറ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെയ്റ്റ് ഇസ് അഗ്രിഗേറ്റ് ഓഫ് ഫിയർ, ആങ്കർ ആൻഡ് ഡിസ്കസ്. ഇതുപോലെ നമുക്ക് പരിചയമുള്ള വേറെ പല കോംപ്ലെക്സ് ഇമോഷൻസ് ഉണ്ട്. അതിൽ ചിലതാണ് ലവ്, എംബരസ്മെന്റ്, ഗിൽറ്റ്, വറി, പ്രൈഡ്. അതെ, കളർ സിസ്റ്റത്തിലെ കളർ വീല് പോലെ ഈ ഇമോഷണൽ കണക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീലുണ്ട്. റോബർട്ട് പ്ലങ്ക് എന്ന് പറഞ്ഞ ഒരാളത് കണ്ടുപിടിച്ച് അതിൻ്റെ പേരാണ് വീൽ ഓഫ് ഇമോഷൻ. ഈ വീൽ ഓഫ് ഇമോഷൻസ് ബേസിക് ഇമോഷൻസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കൊണ്ട് ഏതൊക്കെ പുതിയ കോംപ്ലെക്സ് ഇമോഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ള ഈ ഒരു ഇന്റർ റിലേഷൻ കാണിക്കുന്ന ഒരു ലൈക്ക് കണക്ഷനാണ്. നൗ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇമോഷൻസ് മൊമെൻ്ററി ആണ്, 6 സെക്കൻഡ് ആയുസുള്ളൂ എന്നൊക്കെ നമ്മൾ കണ്ടു. ദെൻ വൈ ഡു വി ഫീൽ പ്രൊലോങ്ഡ് ഇമോഷൻസ്? ദിസ് ബ്രിങ്സ് us to the second equation. ആ ഇക്വേഷൻ പറയുന്നത് എങ്ങനെയാണ്? സ്ട്രോങ് ഇമോഷൻ ഇസ് ഈക്വൽ ടു ഇൻ്റർപ്രിറ്റേഷൻ പ്ലസ് ഐഡൻറ്റിഫിക്കേഷൻ പ്ലസ് റെപ്പിറ്റീഷൻ. നമുക്ക് ഓരോന്നും നോക്കാം. ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആസ് ഇറ്റ് സേസ് ബ്രെയിൻ എങ്ങനെയാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന്.
നമ്മൾ ആ നേരത്തെ കണ്ട എക്സാമ്പിളിലെ അനക്കത്തിനെ ബ്രെയിൻ എങ്ങനെയാണ് ഇൻറ്റർപ്രറ്റ് ചെയ്തത്? നമ്മുടെ കേസിൽ അതിനെ ഡേഞ്ചറായിട്ട് സെൻസ് ചെയ്തു, പാമ്പുണ്ടായിരിക്കും എന്ന് ഓർത്തു, അതിന് ലൈക്ക് വേണ്ടിയുള്ള റെസ്പോൺസ് നമുക്ക് തന്നു. ഇനി അതേ സിറ്റുവേഷനിൽ തന്നെ ബ്രെയിനിന് വേണമെങ്കിൽ നോ ഡേഞ്ചർ സിറ്റുവേഷനായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ പാമ്പല്ല, എന്തോ സേഫ് സാധനമാണെന്ന് നമ്മൾ ഓർക്കും, നമ്മൾ ഓടിപ്പോകാനുള്ള റെസ്പോൺസ് നമുക്ക് ഉണ്ടാവില്ല. ഇനി സെക്കൻഡ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ. ഈ ഇൻറ്റർപ്രറ്റ് ചെയ്ത ആ റെസ്പോൺസിനെ നമ്മുടെ മൈൻഡ് കണക്ട് ചെയ്യും, നമ്മൾ അതിനെ ശ്രദ്ധിക്കും. ഈ 6 സെക്കൻഡിൽ കഴിഞ്ഞു പോകേണ്ട സാധനത്തിനെ നമ്മൾ ശ്രദ്ധിച്ച് പിന്നെയും പ്രൊലോങ് ചെയ്യിപ്പിക്കും. ദ തേർഡ് വൺ ഇസ് റെപ്പറ്റീഷൻ. നമ്മൾ റെപ്പിറ്റേറ്റീവായി ചിന്തിച്ചുകൊണ്ട് ഇതിന് പിന്നെയും നമ്മൾ സ്പേസ് കൊടുക്കുക. ലൈക്ക് 6 സെക്കൻഡോടെ കടന്നു പോകേണ്ടതായിരുന്നു, നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് കണക്ട് ചെയ്തു, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സമയം കൊടുത്തു. ആൻഡ് പിന്നെ റെപ്പറ്റേറ്റീവ് തോട്ട്സ് ചെയ്യുമ്പോൾ ഇതേ റെപ്പറ്റീഷനാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് പുതിയ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ബ്രെയിനിൽ. നമ്മൾ അതിന് വേണ്ടി എനർജിയും ടൈമും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് അതിന് സ്പേസ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ കണ്ടു 6 സെക്കൻഡിൽ പോകേണ്ട സാധനത്തിനെ നമ്മൾ തന്നെ എനർജി കൊടുത്ത് പ്രൊലോങ് ചെയ്യിപ്പിക്കുകയാണ്. അതെന്തിനാണ്? ബിക്കോസ് ഇറ്റ് വാസ് റിലേറ്റഡ് ടു റിവല്യൂഷണറി സർവൈവൽ. ഈ ഫിയർ ഓഫ് റിജക്ഷൻ എന്നുള്ള ടേമായിട്ട് നമ്മൾ ഫെമിലിയർ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും ഡേ ടു ഡേ ബേസിസിൽ ഈ ഫിയർ ഓഫ് റിജക്ഷൻ നല്ല കൂടുതലുള്ള ഇതാണ്. ഇതിൻ്റെ ഇവല്യൂഷണറി ബേസിസ് നമുക്കൊന്ന് നോക്കാം. ഒരു ട്രൈബിൽ നിന്ന് നമ്മുടെ ആൻസസ്റ്ററിൽ ഒരാൾ റിജക്റ്റഡ് ആയാൽ അയാൾ ഒറ്റയ്ക്കാവുമായിരുന്നു. ഒറ്റയ്ക്കായാൽ ആനിമൽസ് ഹണ്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടിയായിരുന്നു. അപ്പോൾ അയാളുടെ സർവൈവൽ ചാൻസസ് കുറയായിരുന്നു. അപ്പോൾ ഈ ഫിയർ ഓഫ് റിജക്ഷനെ നമ്മുടെ ആൻസസ്ട്രൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ കണക്ട് ചെയ്തിരിക്കുന്നത് സർവൈവലുമായിട്ടാണ്. നൗ ടോക്കിംഗ് അബൌട്ട് ദി സ്റ്റാറ്റ്സ്, നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ ഒരു സ്റ്റഡി നടത്തി. ഒരു പേഴ്സൻ്റെ ആവറേജ് ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻസിൻ്റെ സ്റ്റാറ്റ്സ്. ആ സ്റ്റാറ്റ്സ് പറയുന്ന അനുസരിച്ച് 53% ഓഫ് ദി ഇമോഷൻസ് ആർ നെഗറ്റീവ്, 31% ഓഫ് ദി ഇമോഷൻസ് ആർ പോസിറ്റീവ് and 16% of the emotions are mixed. എന്തുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ പെർസെൻറ്റേജ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ഇസ് വയേർഡ് ടു എൻഷുർ അവർ സർവൈവൽ. അല്ലാതെ നമ്മളെ ഹാപ്പി ആക്കി വെക്കാനല്ല നമ്മുടെ ബ്രെയിൻ വയേർഡായിരിക്കുന്നത്. ഈ നെഗറ്റീവ് ഇമോഷൻസ് അത്ര മോശം കാര്യമാണോ? ഈ നെഗറ്റീവ് ഇമോഷൻസ് ആർ അനലോഗസ് ടു പെയിൻ. എങ്ങനെയാ? ഇപ്പോൾ ഒരു പെയിൻ ഉണ്ടായി, അപ്പോൾ നമുക്ക് മനസ്സിലാവും സംതിങ് ഈസ് റോങ്. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണിക്കും, മെഡിസിൻ എടുക്കും, ക്യൂർ ചെയ്യും. ഇതേപോലെ നെഗറ്റീവ് ഇമോഷൻസ് വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും, സംതിങ് ഈസ് നോട്ട് റൈറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ആക്ഷൻ എടുക്കും, സർവൈവൽ ചെയ്യും. സോ നെഗറ്റീവ് ഇമോഷൻ ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു അവർ സർവൈവൽ ഇൻസ്റ്റിങ്ക്ട്സ്. ദിസ് ബ്രിങ്സ് us to the third question. Can we manage them? നമ്മൾ കണ്ടു ഇമോഷൻസ് മൊമെൻ്ററി ആണ്, അത് ട്രിക്കിയാണ്. എന്തുകൊണ്ടാണ് ട്രിക്കിയാന്ന് പറയുന്നത്? നമ്മൾ ഭയങ്കര വിഷമിച്ച് ഡൗണായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ശരിക്കും ചുറ്റും ശാന്തമായിരിക്കും, ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ലായിരിക്കും. എന്നിട്ടും നമ്മൾ വിഷമിച്ച് ഡൗണായി കരഞ്ഞുടക്കി ഇരിക്കാറുണ്ട്. ഇത് നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് റിയൽ സിനാരിയോസും ഫേക്ക് സിനാരിയോസും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ടുള്ള പവറില്ല. നമ്മുടെ മൈൻഡ് ട്രിക്ഡ് ആവും. ഇതുകൊണ്ടാണ് ബുദ്ധിസത്തിലൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ മങ്കി മൈൻഡ്, അഥവാ ഇങ്ങനെ മങ്കീനെ പോലെ ഒന്നിന്ന് അടുത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന കൈൻഡ് ഓഫ് മൈൻഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇമോഷൻസായിട്ട് ടച്ചിലായിരിക്കണം, അതിനെ അനലൈസ് ചെയ്യണം, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദിസ് തിങ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇമോഷണൽ അവെയർനെസ്. നമ്മളിപ്പോൾ കണ്ടു നെഗറ്റീവ് ഇമോഷൻസാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന് റിയലും ഫേക്കും സിനാരിയോസും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള പവറില്ല, മൈൻഡ് ട്രിക്ഡ് ആവുന്നൊക്കെ. അപ്പോൾ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് ഓരോ 6 സെക്കൻഡിൽ ഉണ്ടാവുന്ന ഇമോഷനെയും അനലൈസ് ചെയ്ത് അതിന് എനർജിയും ടൈമും കൊടുക്കണോ, അത് ഹോൾഡ് ചെയ്യണോ, അതിനെ കട്ട് ഓഫ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ ആ പാമ്പ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എനർജിയും ടൈമും കൊടുക്കണം, ആ ഇമോഷനെ പ്രൊലോങ് ചെയ്യിപ്പിക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ സർവൈവൽ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് അവിടെ
പാമ്പില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ടൈമും എനർജിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് തിങ് ആയിരിക്കും. അവിടെ നമ്മളത് കട്ട് ഓഫ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഏത് സിറ്റുവേഷനിൽ ഹോൾഡ് ചെയ്യണം, ഏത് സിറ്റുവേഷനിൽ കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളത് നമ്മളെങ്ങനെ അറിയും? ദിസ് ഇസ് കോൾഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് പ്രാക്ടീസ് ടു ഡെവലപ്പ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇത് നമുക്കുള്ളിൽ തന്നെ ഉണ്ട്, നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്താൽ മതി. വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ റിസർച്ച് ചെയ്തിരിക്കുന്നത് 3 ബുക്സ് എന്നാണ്. ഫസ്റ്റ് വൺ ഹൗ ഇമോഷൻസ് ആർ മെയ്ഡ്, സെക്കൻഡ് വൺ മാസ്റ്റർ യുവർ ഇമോഷൻസ്, തേർഡ് വൺ മോളിക്യൂൾസ് ഓഫ് ഇമോഷൻ. സോ ഇങ്ങനത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.